ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ശ്രീകല. നമ്മുടെ ഉദ്യോഗാർത്ഥികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയമാണ് അടുത്ത LP UP വിജ്ഞാപനത്തിന് മുൻപായിട്ട് എത്ര അവസരം കേറ്ററ്റ് പരീക്ഷകളിൽ നമുക്ക് കിട്ടും എന്നുള്ളത് അല്ലേ. അപ്പൊ ആദ്യം തന്നെ അടുത്ത LP UP വിജ്ഞാപനം എന്നായിരിക്കും എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. എന്നായിരിക്കും അടുത്ത LP UP വിജ്ഞാപനം? 2026 ഡിസംബറിലായിരിക്കും വിജ്ഞാപനം വരുന്നത്. അങ്ങനെ പറയാനായിട്ട് പ്രധാനമായും രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന്, നമ്മളുടെ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലിസ്റ്റ്, അതായത് 2025 ഇപ്പോഴത്തെ നമ്മുടെ LPയും UPയും റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത്. 2028 വരെയാണ് കാലാവധി. സ്വാഭാവികമായിട്ടും 2026 വിജ്ഞാപനം, അതായത് ഡിസംബറിൽ വിജ്ഞാപനം വന്നാൽ മാത്രമേ 27 പരീക്ഷ നടന്ന് ഇന്റർവ്യൂ നടന്ന് 28 നമുക്ക് റാങ്ക് ലിസ്റ്റ് വരാൻ പറ്റുള്ളൂ. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2022 റാങ്ക് ലിസ്റ്റ് വന്നു, 23 വിജ്ഞാപനം വന്നു, 24 അടുത്ത പരീക്ഷയും നടന്നു. അപ്പൊ അതേ പാറ്റേണിൽ പോവുകയാണെങ്കിൽ 2025 നമ്മുടെ റാങ്ക് ലിസ്റ്റ് വന്നു, 26 പുതിയ വിജ്ഞാപനം വരും. രണ്ടാമത്തെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് എന്തുകൊണ്ടാണ് 2026 ഡിസംബറിൽ വിജ്ഞാപനം വരുന്നത്? അതായത് ഏജ് ക്രൈറ്റീരിയ അനുസരിച്ച് ആർക്കും അവസരം നഷ്ടപ്പെടാതിരിക്കാൻ, അല്ലെങ്കിൽ മാക്സിമം ഉദ്യോഗാർത്ഥികൾക്ക് അവസരം ലഭിക്കാനായിട്ട് PSC ഏറ്റവും കൂടുതൽ വിജ്ഞാപനങ്ങൾ ഇറക്കുന്ന ഒരു സമയമാണ് നവംബർ ഡിസംബർ മാസം എന്ന് പറയുന്നത്. സോ സ്വാഭാവികമായിട്ടും അടുത്ത വിജ്ഞാപനം നമുക്ക് 2026 ഡിസംബറോടുകൂടി പ്രതീക്ഷിക്കാം. സോ ഒരു വർഷത്തിൽ 2 പ്രാവശ്യം നടക്കുന്ന പരീക്ഷയാണ് നമ്മുടെ കേറ്റഡ് എക്സാം, ശരിയല്ലേ? അപ്പൊ ഈ വർഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എക്സാം നമ്മൾ നടന്നു, റിസൾട്ട് അവൈറ്റിംഗ് ആണ്. ശരിക്കും ഒരു എക്സാമും കൂടി നടക്കേണ്ടതാണ്. പക്ഷെ മാർച്ചിലായിരുന്നു നമ്മുടെ ഇപ്പോൾ നടന്ന കേറ്റഡ് പരീക്ഷയുടെ വിജ്ഞാപനം വരേണ്ടത്. പക്ഷെ വിജ്ഞാപനം വന്നത് ഏകദേശം ജൂൺ ജൂലൈ മാസത്തിലായിട്ടാണ് നമുക്ക് വിജ്ഞാപനം വന്നത്. അതിനുശേഷം ഇപ്പൊ നമുക്ക് എക്സാം എല്ലാം കഴിഞ്ഞ് നമ്മൾ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു ടൈമാണ്. അതുകൊണ്ട് തന്നെ ഇനി അടുത്തൊരു കേറ്റഡ് പരീക്ഷയുടെ വിജ്ഞാപനം എന്ന് പറയുന്നത് നമുക്ക് സ്വാഭാവികമായിട്ടും നവംബർ ഒരു മിഡോട് കൂടിയോ അല്ലെങ്കിൽ ഡിസംബർ ആദ്യത്തോടു കൂടിയോ വിജ്ഞാപനവും ജനുവരി ഫെബ്രുവരി സമയങ്ങളിലായിട്ട് അതിന്റെ പരീക്ഷയും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സ്വാഭാവികമായിട്ടും നമുക്ക് കേറ്ററ്റ് എക്സാം നടന്നാൽ മാത്രം പോരാ, LP UP വിജ്ഞാപനത്തിന് മുൻപായിട്ട് അതിന്റെ റിസൾട്ടും വന്നിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് LP UPക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അടുത്ത LPSA UPSA വിജ്ഞാപനത്തിന് മുൻപായിട്ട് നമ്മുടെ മുന്നിൽ ഒരു കേറ്ററ്റ് എക്സാമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജനുവരിയിൽ നമുക്ക് ഇനി അടുത്ത ഒരു എക്സാം നടന്നു എന്ന് തന്നെ വിചാരിക്കുക. അതിന്റെ റിസൾട്ട് വന്ന് പുതിയ വിജ്ഞാപനം വരണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഏപ്രിലോട് കൂടി നമ്മൾ പുതിയ വിജ്ഞാപനം എക്സ്പെക്ട് ചെയ്യുന്നതാണ്. പക്ഷെ ഈ വർഷം സംഭവിച്ചതുപോലെയാണ് എങ്കിൽ ഈ വർഷം മാർച്ചിൽ വരേണ്ട വിജ്ഞാപനം ഏകദേശം മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ 5 മാസത്തോളം വൈകിയാണ് നമുക്ക് പുതിയ വിജ്ഞാപനം വന്നത്. സോ ഡെഫിനറ്റ്ലി അടുത്ത വർഷം ഇങ്ങനെ ഒരു പ്രോബബിലിറ്റി ഉണ്ട് എങ്കിൽ പുതിയ വിജ്ഞാപനം വരാൻ വീണ്ടും നമുക്ക് ജൂലൈ ആവും. അപ്പോൾ വിജ്ഞാപനം വന്നതിന് ശേഷം പരീക്ഷ നടന്ന് റിസൾട്ട് വരാൻ വീണ്ടും 2-3 മാസത്തിന്റെ ഗ്യാപ്പ് വരും. അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ LP UP വിജ്ഞാപനത്തിന് മുൻപായിട്ട് ആ നടക്കാൻ പോകുന്ന പരീക്ഷയുടെ റിസൾട്ട് വരണം എന്നുള്ളതിന് ഒരു ഗ്യാരണ്ടിയുമില്ല. റിസൾട്ട് വരാതെ നമുക്ക് LPSA UPSA എഴുതാനും അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാനും സാധിക്കില്ല. സോ മനസ്സിലാക്കേണ്ട കാര്യം, അടുത്ത LPSA UPSAക്ക് മുൻപായിട്ട് നിങ്ങൾക്ക് ലാസ്റ്റ് കേറ്ററ്റാണ് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത്. സോ എന്ത് ചെയ്യുക? ഉഷാറായിട്ട് പഠിച്ചേ പറ്റുള്ളൂ. ഈ കേറ്ററ്റ് നമുക്ക് നേടിയേ പറ്റൂ. ഓക്കെ, അതാണ് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. 2 കേറ്ററ്റ് ഉണ്ട് എന്ന് ചിന്തിക്കരുത്. കാരണം ഇതാണ് അതിന്റെ പ്രോബബിലിറ്റി. കാരണം എക്സാം നടന്നാൽ മാത്രം പോരാ, റിസൾട്ടും വരണം അല്ലെ. നമുക്ക് സ്വാഭാവികമായിട്ടും അതായത് സാധാരണഗതിയിൽ വരേണ്ടതാണ്. പക്ഷെ ഈ വർഷം സംഭവിച്ചതുപോലെയാണ് എങ്കിൽ അത് വരണമെന്നില്ല. സോ അതുകൊണ്ട് മക്കളെ നന്നായിട്ട് പഠിക്കുക. ഇത് നിങ്ങൾക്ക് മുന്നിലുള്ള അവസാനത്തെ അവസരമാണ്. കേറ്ററ്റ് പരീക്ഷ നേടിയാൽ മാത്രം പോരാ, വേറെ എന്തും കൂടി വേണം. നമുക്ക് LP UPക്ക് പഠിക്കാനുള്ള സമയം വേണം. 2026 വിജ്ഞാപനം വരാൻ പോകുന്ന ഒരു പരീക്ഷയ്ക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ആയിരക്കണക്കിന് കുട്ടികൾ ഓൾറെഡി പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞു. ഇവിടെ നമ്മൾ കേറ്ററ്റ് പാസ്സാവാനിരിക്കുവാണ് അല്ലേ. സോ എത്രയും പെട്ടെന്ന് കേറ്ററ്റ് പാസ്സായി LPSA UPSA പരീക്ഷ എഴുതുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇവിടെ ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡിന് ഇനി നമ്മുടെ മുന്നിൽ സമയമുണ്ടോ? ഒട്ടുമില്ല. കാരണം കേറ്ററ്റ് പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും 1-2 വെല്ലുവിളികളുണ്ട്. ചില വിഷയങ്ങൾ, അതായത് നിങ്ങൾ എന്താണോ നിങ്ങളുടെ ഡിഗ്രിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ +2 അല്ലെങ്കിൽ നിങ്ങളുടെ B.Ed ഫോക്കസ് ചെയ്ത് ആ വിഷയങ്ങൾ മാത്രമായിരിക്കും നിങ്ങൾക്ക് കംഫർട്ടബിൾ. അതും ഉദാഹരണത്തിന് സൈക്കോളജി നിങ്ങൾ B.Ed പഠിച്ചതാണ്. പക്ഷെ അവിടെ നിങ്ങൾ പഠിച്ചത് ഒരു ഡിസ്ക്രിപ്റ്റീവ് മോഡ് ഓഫ് എക്സാമിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പഠിച്ചത്. പക്ഷേ ഒരു കേറ്ററ്റ് പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ ഒരു LPSA പരീക്ഷയ്ക്ക് അവിടെ നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? ഒബ്ജക്റ്റീവ് മോഡലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ തീർച്ചയായിട്ടും ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേണിലേക്ക് നിങ്ങൾക്ക് നിങ്ങളെ ഡ്രൈവ് ചെയ്യാൻ പറ്റണമെങ്കിൽ നല്ല രീതിയിലുള്ള പഠനം അവിടെ ആവശ്യമാണ്. അതുകൂടാതെ നിങ്ങൾ
നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ, ഡിപ്പെൻഡിങ് ഓൺ ദ പേഴ്സൺ, ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ വരാം. ചിലർക്ക് മാത്സ് ഉണ്ടാവും, ചിലർക്ക് ഇംഗ്ലീഷ് ആയിരിക്കും ബുദ്ധിമുട്ട്. അപ്പോൾ ഈ ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളെ ഓവർകം ചെയ്യാനുള്ള സഫീഷ്യൻറ്റ് ടൈം നിങ്ങൾക്ക് തന്നെ കൊടുക്കണം. അല്ലാതെ നിങ്ങളെ ഒരു പ്രഷറിലിട്ട് കുഴപ്പിച്ച് ഈ ഒരു പരീക്ഷയെ ഒരു ഹൊറർ മൂവി ആക്കേണ്ട കാര്യം നമുക്കില്ല. സോ പഠിക്കാനുള്ള സമയമുണ്ട്, പഠിക്കാനുള്ള സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തെ കൃത്യമായിട്ട് ഉപയോഗിക്കുക. ഇപ്പം നിങ്ങൾ കുറച്ച് പേരെങ്കിലും പറയും എനിക്ക് പഠിക്കാനുള്ള സാഹചര്യമൊന്നുമില്ല. നോക്കൂ, അടുത്ത പരീക്ഷയ്ക്ക് ഒരുപക്ഷെ ഇതിനേക്കാളും മോശമായിരിക്കും നമ്മുടെ സാഹചര്യം. സോ എക്സിസ്റ്റിംഗ് സാഹചര്യത്തെ നല്ല ഉഷാറായിട്ട് യൂസ് ചെയ്ത് തന്നെ മുന്നോട്ട് പോവാം. ഓക്കെ, സോ പഠനം നല്ല രീതിയിൽ തന്നെ തുടങ്ങുക. അതോടൊപ്പം തന്നെ എക്സാം ബേസ്ഡ് ആയിട്ടുള്ള പഠനം തന്നെയായിരിക്കും നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത്. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ കേറ്ററ്റിന്റെ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. സോ ഈ എക്സാംസിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ എങ്ങനെ പഠിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും. തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. കാരണം 2016 മുതൽ കേറ്ററ്റിൽ പയനിയേഴ്സ് എന്ന് തന്നെ പറയാം. അത് കോമ്പറ്റേറ്റീവ് ക്രാക്കർ തന്നെയാണ്. കേറ്ററ്റിൽ 25,000-ലധികം ഉദ്യോഗാർത്ഥികൾ ഇതിനോടകം തന്നെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിലൂടെ ലക്ഷ്യത്തിലെത്തി. അതോടൊപ്പം തന്നെ LPSC UPSC പരീക്ഷ എഴുതി സർവീസിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ഒരുപാട് കുട്ടികൾ. സോ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ അവസരം കൃത്യമായിട്ട് ഉപയോഗിക്കുക. നിങ്ങളുടെ ലൈഫിന് വേണ്ടി നിങ്ങൾ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ്, അത് സമയത്തിന്റെ അർത്ഥത്തിലായാലും വാല്യൂവിന്റെ അർത്ഥത്തിലായാലും നിങ്ങൾ കൊച്ചു ഇൻവെസ്റ്റ്മെന്റ് ആണ് ചെയ്യുന്നത്. അതിന്റെ റിട്ടേൺ എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് ജോലിയാണ്. അതിലൂടെ വലിയൊരു മോണിറ്ററി ബെനിഫിറ്റ് ആണ്, സൊസൈറ്റിയിലെ സ്ഥാനമാണ്. ഇതൊക്കെയാണ് നിങ്ങളിപ്പോൾ ഓർക്കേണ്ടത്. മുന്നോട്ട് പോവുക. പഠനം ഏത് സാഹചര്യത്തിലായിക്കോട്ടെ ഞങ്ങളൊപ്പം ഉണ്ട്. ഉഷാറായിട്ട് തന്നെ പഠനം മുന്നോട്ട് പോവുക. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. പേഴ്സണൽ മെന്റൽ സപ്പോർട്ട് കൂടിയിട്ട് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരോടൊപ്പം നിങ്ങൾക്ക് ഏത് വിഷയവും പഠിക്കാം. CCയോടൊപ്പം CC ലേണിംഗ് ആപ്പ് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഫ്രീ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും പുതിയ അലേർട്ട് കേറ്ററ്റിനെ കുറിച്ചായാലും LP UP കുറിച്ചായാലും ഒക്കെ ഞങ്ങളിലൂടെ ആയിരിക്കും നിങ്ങളിലേക്ക് എത്തുന്നത്. കോഴ്സുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ബോർഡ് നമ്പർ 8589083568 കോൺടാക്ട് ചെയ്യുക. ഞങ്ങൾ ഇൻഹൗസ് ലൈവുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങ് പോകുന്നോളൂ. അപ്പം നമുക്ക് നമ്മുടെ അടുത്ത ഇൻഹൗസ് ലൈവിൽ കാണാം.